ഹായ് ചങ്ങാതിമാരെ, സുഖമാണോ? കഴിഞ്ഞ പ്രാവശ്യം കസ്തൂരി മഞ്ഞൾ സോപ്പ് കൊടുത്ത അതേ സുഹൃത്തിന് തന്നെ ആയുർവേദത്തിൻ്റെ രക്തചന്ദനം ചാർക്കോൾ സോപ്പ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 23 കട്ട സോപ്പ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ എന്തൊക്കെ ആവശ്യങ്ങൾ ഇപ്പം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചാർക്കോൾ പൗഡർ വേണം. രക്തചന്ദനം പൊടിച്ചത് വേണം. തടിയിലെ മഞ്ചിഷ്ടപ്പൊടി വേണം. പിന്നെ വേണ്ടുള്ളത് കൊക്കോ പൗഡർ, പിന്നെ കസ്തൂരി മഞ്ഞ അത് ഉണക്കി പൊടിപ്പിച്ചത്, പിന്നെ 100 ഗ്രാം കറ്റാർവാഴ ജെല്ല്, 2 കിലോ ബേസ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുള്ളത്. പിന്നെ ഒലിവ് ഓയിൽ, ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ, ഹണി, റോസ് വാട്ടർ വേണം, ലാവൻഡറിൻ്റെ സ്പ്രേ വേണം, ജാസ്മിൻ്റെ സ്പ്രേ, പിന്നെ വൈറ്റമിൻ ഇ, പിന്നെ ഗ്ലിസറിൻ 2 കിലോ കട്ട് ചെയ്തത് ഗ്ലിസറിൻ ബേസ്. പിന്നെ അത് മെൽറ്റ് ചെയ്യണം. ഈ കൂട്ടെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇനി അതിനകത്ത് ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ആദ്യം ഗ്ലിസറിൻ ഒഴിക്കാം. വെജിറ്റബിൾ ആണ്, അതിന് എല്ലാത്തിനും ഓരോ അളവുണ്ട്. അളവനുസരിച്ചേ ഒഴിക്കാവൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ സോപ്പ് കംപ്ലൈൻറ്റ് വരും. പിന്നെ അത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഇനി ഹണി എടുത്ത് ഒഴിക്കാം. എല്ലാം 2 സ്പൂൺ വീതമാണ് ഒഴിക്കുന്നത്. ഒരളവുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും ഒരേ അളവ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവൂ. ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചായിരുന്നു. പിന്നെ വൈറ്റമിൻ ഇ അത് വേണം. അത് അതിൻ്റെ അളവനുസരിച്ചാണ്. ഇതൊരു ആയുർവേദ സോപ്പാണ്. മുഖത്ത് മാത്രം തേക്കുന്ന സോപ്പാണ്. മുഖം മാത്രമല്ല, നമ്മൾ സ്കിന്നും ഫേസും തേക്കുക. എന്നാലും ഇമ്പോർട്ടൻ്റ് ഉള്ളത് മുഖത്തിന് വേണ്ടിയിട്ടാണ്. കറുത്ത പാടുകളൊക്കെ പോകാൻ അത് മെൽറ്റ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തത് നമ്മൾ അച്ചിലേക്ക് ഒഴിക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്ത് എല്ലാം വെച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മളെല്ലാം ഇളക്കി ഒരു പാത്രത്തിലേക്ക് ആക്കുന്നു. ഇപ്പം സോപ്പ് തയ്യാറാണ്. ഇനി അത് പാക്ക് ചെയ്ത് നമ്മൾ ചങ്ങാതിക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാർക്ക് വേണമെങ്കിലും ഇത് ഞാൻ അയച്ചു തരും. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ഉപകാരമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓർഡർ തന്നാൽ അയച്ചു തരാം. താങ്ക് യു.